പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള ഏത് ശക്തിയെക്കാളും വൻ ശക്തി, ഏതുന്നതനേക്കാളും അത്യുന്നതൻ നമ്മളിൽ വാഴുന്നു. അവിടുന്ന് നമ്മൾ വാഴുന്നതിനാൽ എന്തെങ്കിലും നമുക്ക് അസാധ്യമാകുമോ? ആർക്കെങ്കിലും നമുക്ക് വിരോധമായി നിൽക്കുവാൻ സാധിക്കുമോ? ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നു. 1 യോഹന്നാൻ 4:4 വായിക്കണേ. അതേ കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുമോ? ഒരിക്കലുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഒരിക്കലും അനാഥത്വത്തിലേക്ക് ഞാൻ നിന്നെ തള്ളിവിടത്തില്ല. എല്ലാ കാലത്തും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം, ഞാൻ നിൻ്റെ ഉള്ളിൽ വാഴാം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ഏത് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ അധികമായി നിങ്ങൾ ഏത് വിഷയത്തിനും കർത്താവിൽ നിന്ന് ആശ്രയിച്ചേ. ഞാനിന്ന് ഞങ്ങളുടെ ചർച്ചിലെ യൂത്തിനോട് ഇങ്ങനെ പറയുകയായിരുന്നു, മനുഷ്യരിലുള്ള ആശ്രയം മാറ്റിവെക്കുക, കണ്ണും പൂട്ടി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിങ്ങളുടെ പാതകളെ നേരെയാക്കും. അവിടുന്ന് പോകേണ്ടുന്ന പാത ഉപദേശിച്ചു തരും. അവിടുന്ന് നിങ്ങളെ സകലത്തിലും കൂടെ ഇരുന്ന് വഴി നടത്തും. പരിശുദ്ധാത്മാവിനേക്കാൾ അധികം മറ്റൊന്നിനെയും വേണ്ട. ഈ ദിവസങ്ങളിൽ ലോകത്തിലുള്ള മറ്റെന്ത് ശക്തിയേക്കാൾ അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വാഴുന്നതിനാൽ ജയത്തോടെ മുന്നോട്ട് പോകും. അനാഥം ജീവിതത്തിൽ അനുവദിക്കാതെ സർവസ്വമായി കൂടെയിരിക്കാം എന്ന് വാക്ക് പറഞ്ഞ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ലോകം തരുന്ന സമാധാനം പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിലേക്ക് നിങ്ങൾ ആശ്രയിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന വചനങ്ങൾക്കായി നന്ദി. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. പിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പുത്രനാം യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കാര്യസ്ഥനാം പരിശുദ്ധ ആത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ ഇഷ്ടത്തിനായി ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലെസ് ചെയ്യുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ഇനിയും ഭയത്തോടെ കുനിഞ്ഞു നടക്കുകയല്ല വേണ്ടുന്നത്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നതിനാൽ ധൈര്യമായി സമാധാനത്തോടെ മുന്നോട്ട് പോകാം. ബ്ലെസ് യു.